പ്രിയമുള്ളവരെ, നാളെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരികയാണ്. ആ റിസൾട്ടിന് മുന്നോടിയായിട്ട് നമ്മുടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്തുകൊണ്ട് ഏറ്റവും ഒടുവിലായി ഞാനൊരു കുറിപ്പ് എഴുതുകയുണ്ടായി. ആ കുറിപ്പിൻ്റെ തലക്കെട്ട് തന്നെ കേരളത്തിൽ നടക്കുന്നത് രണ്ടാം വിമോചന സമരമാണ് എന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? നമുക്ക് ഒന്നാം വിമോചന സമരത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആ സമരം നയിച്ചത് രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് ഭൂപ്രഭുക്കളായ സവർണ ഹിന്ദു വിഭാഗവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭകളുമായിരുന്നു. തീർച്ചയായും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും അതിൻ്റെ രാഷ്ട്രീയ പരിണാമങ്ങളും ഈ രണ്ട് വിഭാഗങ്ങളുടെ രാഷ്ട്രീയത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് തങ്ങളുടെ വർഗ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ മൂവ്മെൻ്റ് എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുകളെ ശക്തമായി എതിർക്കുകയും സഭ ഏതെങ്കിലും ക്രിസ്തീയ വിശ്വാസികൾ കമ്മ്യൂണിസ്റ്റുകളായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സഭ അവരെ പുറത്താക്കുകയും അവർക്ക് തെമ്മാടിക്കുഴി വിധിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവ് കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തെ മുൻനിർത്തിയാണ്. അപ്പോൾ 1957 അധികാരമേറ്റ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇവരുടെ താല്പര്യങ്ങൾക്ക് പ്രത്യക്ഷമായി വിരുദ്ധമായിട്ടുള്ള ജനകീയമായ നടപടികൾ ആദ്യം തന്നെ എടുത്തു. ഉപരിഷ്കരണ നിയമം കൊണ്ടുവന്നു, വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു, സാർവത്രികമായ ആരോഗ്യ സേവനങ്ങൾക്കായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇങ്ങനെ ഇവരുടെ ഈ രണ്ട് വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പ്രവർത്തിച്ചത്. അത് സ്വാഭാവികമായിട്ടും വിമോചന സമരം എന്നുള്ള കുപ്രസിദ്ധി ആർജിച്ച ഒരു ജനാധിപത്യ വിരുദ്ധമായ സമരത്തെ ഉൽപ്പാദിപ്പിക്കുകയും ആ സമരാനന്തരം കേന്ദ്ര ഗവൺമെൻറ് കേരള സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇതാണ് ആദ്യ വിമോചന സമരത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാം വിമോചന സമരത്തിൽ അന്ന് വിമോചന സമരത്തെ നയിച്ച കക്ഷികൾ പ്രബല കക്ഷികളല്ല. ഹിന്ദു സവർണ വിഭാഗമായാലും ക്രിസ്ത്യൻ സഭകളായാലും ഈ സമരത്തിൽ പ്രബല കക്ഷികളല്ല. അവരെന്തുകൊണ്ട് പ്രബല കക്ഷികളല്ലാതായിപ്പോയി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവർക്കുണ്ടായിരുന്ന എക്കണോമിക് ഡോമിനൻസ്, ഫിസ്ക്കൽ ഡോമിനൻസ്, ആ ഡോമിനൻസ് ഇല്ലാതായി മാറി എന്നതുകൊണ്ടാണ്. പകരം ആ സ്ഥാനത്തേക്ക് മുസ്ലിം പ്രമാണിമാർ ഉയർന്നു വന്നു. അവർ ബിസിനസ്സിൽ കൂടുതൽ കരുത്തരായി മാറി. പല രംഗത്തും അവരുടെ ഇനീഷ്യേറ്റീവുകൾ വന്നു. അപ്പം അതോടുകൂടി ഒരു മുസ്ലിം സത്തയിലധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തിന് പ്രാമുഖ്യം കിട്ടി തുടങ്ങി. സമൂഹത്തിൽ ഏത് പ്രമാണിവർഗം ശക്തിപ്പെടുന്നോ അവരുടെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് സമൂഹത്തിൽ ഡോമിനൻസ് കിട്ടുന്ന അല്ലെങ്കിൽ പ്രാമാണികത്വം കിട്ടുന്ന രീതി എന്നുള്ളത് സമൂഹത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അപ്പം ആ നിലയ്ക്ക് ഇസ്ലാമിക സ്വത്വബോധത്തിന് ഒരു പാശ്ചാത്തലം അല്ലെങ്കിൽ വളരാനുള്ള അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പാശ്ചാത്തലം ഒരുക്കപ്പെട്ടത് സ്വാഭാവികമായിട്ടും ഇവരുടെ സാമ്പത്തികമായ ഡോമിനൻസ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇപ്പം നേരിടുന്നത് ഈ വർഗത്തിന്റെ താല്പര്യവും ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ താല്പര്യവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യത്തിന്റെ ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറുഭാഗത്ത് മുസ്ലിം തീവ്ര സാമുദായിക സംഘടനകളുമാണ്. അതെന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം മതം, ഇസ്ലാമിക മതം അതിലെ പ്രാമാണികത്വ വർഗത്തിനെ താലോലിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര ബേക്കപ്പാണ്. കാരണം ഒരു പ്രമാണിക്ക് മതം നിശ്ചയിക്കുന്ന
സക്കാത്ത് നൽകാൻ കഴിഞ്ഞാൽ ആ പ്രമാണി വിശുദ്ധനായിട്ട് മാറും, അല്ലെങ്കിൽ അയാൾ എല്ലാവർക്കും സ്വീകാര്യനായി മാറും എന്നുള്ള ഒരു ഇസ്ലാമിക മൂല്യബോധമുണ്ട്. ആ മൂല്യബോധത്തിനകത്ത് സമുദായത്തിലെ എല്ലാ പ്രമാണിമാരും വിശുദ്ധരാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മൂല്യബോധം അതല്ല. അവന് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള രാഷ്ട്രീയം പറയുന്ന ആളാണ്. സമ്പന്നനും ഇല്ലാത്തവനും പാവപ്പെട്ടവനും തമ്മിലുള്ള രാഷ്ട്രീയം പറയുന്ന ആളാണ്. ചൂഷകനും ചൂഷിതനും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ വിശദീകരിക്കുന്ന ആളാണ്. അതിൽ ഇല്ലാത്തവൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്, തൊഴിലാളിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വളർന്നു വരുന്ന സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങളാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് കേവലം ഒരു വംശീയ കളറല്ല, അടിസ്ഥാനപരമായി ഇത് സാമ്പത്തികമാണ്. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം അടിസ്ഥാനപരമായി ഇത് സാമ്പത്തികമാണ്, വംശീയമല്ല. ഒരർത്ഥത്തിൽ വംശീയ കളർ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുതലാളി വംശീയ കുടയ്ക്ക് മറയിലിരുന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അതിനൊരു വംശീയ കളർ വരുന്നത്. ഒരു മുതലാളി സ്വന്തം സമുദായത്തിന്റെ മറയ്ക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതിനൊരു സാമുദായിക കളർ വരുന്നത്. ബേസിക്കലി ഇതെല്ലാം സാമ്പത്തികമാണ്. ആ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒപ്പം വളർന്നു വരുന്ന മൂല്യബോധത്തിലുള്ള മാറ്റമാണ്. അടിസ്ഥാനപരമായി ഇതാണ് സത്യം. അപ്പൊ അതാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ എന്താണ്, എല്ലാ ഇസ്ലാമിക ആത്മീയ പരിസരങ്ങളെയും സമുദായ പ്രമാണി സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു, അല്ലെങ്കിൽ അയാൾ പങ്കിടുന്ന മുതലാളിത്ത വരേണ്യ വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പുറത്ത് എന്താണ്, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സംഘടിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് ഇപ്പുറത്ത് നിലനിൽക്കുന്നത്. ഇത് രണ്ട് എക്സ്ട്രീമാണ്, രണ്ട് അറ്റത്ത് നിൽക്കുന്ന സംഘടനകളാണ്. ഇവിടെ സംഭവിക്കുന്ന ഒരു സമുദായ പ്രമാണിക്ക് മൊത്തം മുസ്ലിം വോട്ടുകളെ ഏകീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വർഗ സഹകരണത്തിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉപയോഗിക്കുകയാണ്. വിരുദ്ധ വർഗ താല്പര്യങ്ങൾ പ്രതിദാനം ചെയ്യുന്ന രണ്ട് ക്ലാസ്സുകളെ അയാൾ എന്ത് ചെയ്യുന്നു, സ്വന്തം സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ ഈ രീതിയിൽ വർഗ സഹകരണത്തിന്റെ രാഷ്ട്രീയം പറയുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം സംഘടനകൾക്ക് വലിയ ധനപിന്തുണയും സാമ്പത്തിക പിന്തുണയും രാഷ്ട്രീയ പ്രവർത്തനത്തിന് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ചാരിറ്റി പ്രവർത്തനം പോലും ഈ വർഗ സഹകരണ രാഷ്ട്രീയത്തിന്റെ മറയാണ്. അതായത് ചോദ്യം ചെയ്യപ്പെടാത്ത, തൊഴിലാളി മുതലാളിയെ ചോദ്യം ചെയ്യാത്ത, ജന്മിയെ ചോദ്യം ചെയ്യാത്ത ആ തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു രൂപകം മാത്രമാണ് ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള വർഗ സഹകരണത്തിന്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെതിരെ കൃത്യമായിട്ട് ആത്മീയ പരിസരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ മൊബിലൈസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞത്. അതാണ് ഞാൻ വിമോചന സമരം, കേരളത്തിൽ നടക്കുന്ന രണ്ടാം വിമോചന സമരമാണ് ഇവരുടെ മുൻകൈയിൽ നടക്കുന്നതെന്ന് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അല്ലാതെ ഈ സ്വത്ത് സംഘർഷങ്ങളൊന്നല്ല. സ്വത്ത് സംഘർഷങ്ങൾ മറയാണ്. കാരണം ഉത്തരേന്ത്യയിൽ സംഘപരിവാർ ഉപയോഗിക്കുന്ന അതേ യുക്തികളാണ് കേരളത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ഉപയോഗിക്കുന്നത്. ഒരേ യുക്തികളാണ് ഉപയോഗിക്കുന്നത്. ആ ഒരേ യുക്തികൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയ ലാഭമാണ് ഇവരുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെയൊക്കെ വിസ്മൃതമായി പോകുന്നത് അടിസ്ഥാന വർഗത്തിന്റെ വർഗ രാഷ്ട്രീയമാണ്. അതിന്റെ സ്പേസാണ് ഇല്ലാണ്ടായി പോകുന്നത്. തൊഴിലാളിയുടെ രാഷ്ട്രീയത്തിന്റെ സ്പേസാണ് ഇല്ലാണ്ടായി പോകുന്നത്. മറ്റതെല്ലാം പുകമറയാണ്. സ്വത്ത് രാഷ്ട്രീയം എന്നുള്ളത് സാമ്രാജ്യത്തിന്റെ തങ്ങളുടെ താല്പര്യം ഒളിച്ചു കടത്താനുള്ള രാഷ്ട്രീയ മറ മാത്രമാണ്. കാരണം അതിന് ഇരയും വേട്ടക്കാരനും രണ്ട് ദ്വന്ദ്ങ്ങൾ വേണം, രണ്ട് എക്സ്ട്രീംസ് അതിന് വേണം. ആ രാഷ്ട്രീയത്തിന്റെ, കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിന്റെ നിർവഹണത്തിന്
ഈ രണ്ട് എക്സ്ട്രീംസ് വേണം. ഒരു സൈഡിൽ ഇരയും വേണം, മറു സൈഡിൽ വേട്ടക്കാരനും വേണം. ഇത് രണ്ടും ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ്. അവിടെയാണ് ഈ കള്ളത്തരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളം കടന്നു പോകുന്നത് ഉറപ്പിച്ച് പറയാം രണ്ടാം വിമോചന സമരത്തിലൂടെയാണ്. ആ സമരത്തെ ഡീകോഡ് ചെയ്ത് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടില്ല, കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അധികകാലം ഭാവി ഉണ്ടാവില്ല. ഓക്കെ.